സമീപകാലത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് മനുഷ്യൻ എന്നാണ് ചൊവ്വയിൽ പോകുന്നത്, കോളനികൾ സ്ഥാപിക്കാൻ പോകുന്നത് എന്നതൊക്കെ. എലോൺ മസ്കിൻ്റെ പദ്ധതി പ്രകാരം 4-5 വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ പോകും. നാസ 2030-35 കാലത്തേക്ക് ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്പേസ് എക്സ് സ്റ്റാർലൈനർ റോക്കറ്റ് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വയിൽ പോകാൻ തയ്യാറുള്ളവരുടെ താല്പര്യം ക്ഷണിക്കുന്നു. ആകെ പുക. എന്നാൽ തികച്ചും പ്രായോഗികവും സയൻറ്റിഫിക്കുമായി ചിന്തിച്ചു നോക്കിയാൽ അടുത്ത കാലത്തൊന്നും ഇത് നടക്കാൻ പോകുന്നുമില്ല. അതുറപ്പാണ്. 50 കൊല്ലം മുമ്പ് 3.5 ലക്ഷം കിലോമീറ്റർ മാത്രം അകലെയുള്ള ചന്ദ്രനിൽ പോയി വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും ആ പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തിന്? ആമസോൺ വനങ്ങളുടെ 70% ഭാഗത്തും ഇന്നും മനുഷ്യൻ കടന്നു ചെന്നിട്ടില്ല. ഭൂമിയിലെ സമുദ്രത്തിൻ്റെ 20% പോലും ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോഴാണ് 5 കൊല്ലം കൊണ്ട് ചൊവ്വയിൽ. ശരി, നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻ്റായി രേഖപ്പെടുത്തണം. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത് 1969-ലാണ്. ഇന്നേക്ക് 56 വർഷം മുമ്പ്. മാനവരാശി ഇന്ന് വരെ നേടിയ ഏറ്റവും വലിയ സാങ്കേതിക കുതിച്ചുചാട്ടം തന്നെയായിരുന്നു അത്. അമേരിക്കയുടെ മുഴുവൻ വിഭവശേഷിയും ഇൻവെസ്റ്റ് ചെയ്ത് ഏതാണ്ട് 10 വർഷം നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിരുന്നു ആ മഹാനേട്ടം. അതിൽ സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞതോടെ അവർ ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. അന്ന് മുതൽ, അല്ല അതിനും ഒരുപാട് മുമ്പ് മുതലുള്ള മനുഷ്യൻ്റെ സ്വപ്നവും ലക്ഷ്യവുമായിരുന്നു ചൊവ്വയിൽ പോവുക, അവിടെ വാസമുറപ്പിക്കുക എന്നതൊക്കെ. ഇതിനെയൊക്കെ അധികരിച്ച് ധാരാളം സയൻസ് ഫിക്ഷനുകൾ പണ്ടേ എഴുതപ്പെട്ടിട്ടുണ്ട്, സിനിമകളും വന്നിട്ടുണ്ട്. ആധുനിക ബഹിരാകാശ യുഗം തുടങ്ങിയ 60-കൾ മുതൽ റഷ്യയും, അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ, അമേരിക്കയും ചൊവ്വയിലേക്ക് പേടകങ്ങൾ അയക്കുകയും അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ ദീർഘകാല ലക്ഷ്യത്തോടെയായിരുന്നു. ഏറ്റവും അവസാനം നാസ ചൊവ്വയിലേക്ക് അയച്ച പെർസിവറൻസ്, ക്യൂരിയോസിറ്റി എന്നീ റോവറുകൾ വർഷങ്ങളായി ചൊവ്വയുടെ പ്രതലത്തിൽ ഗവേഷണം നടത്തുന്നുണ്ട്. ഇൻജെനുവിറ്റി എന്ന കുഞ്ഞൻ ഹെലികോപ്റ്റർ അവിടെ പറപ്പിച്ചു. ഇത്രയുമൊക്കെ ആകാമെങ്കിൽ മനുഷ്യനെയും അയക്കാനുള്ളതല്ലേ ഉള്ളൂ എന്ന് നിഷ്കളങ്കമായി ചോദിക്കാം. എന്നാൽ അതത്ര എളുപ്പമല്ല. നോക്കൂ കൂട്ടുകാരെ, പേടകം അയക്കുന്നത് പോലെയല്ല മറ്റൊരു ഗോളത്തിലേക്ക് മനുഷ്യനെ അയക്കുന്നത്. പോയാൽ തിരിച്ചു വരികയും വേണമല്ലോ. ചന്ദ്രൻ മാത്രമാണ് അത്തരത്തിൽ നാം വിജയിച്ച ഒരേ ഒരു അഭൗമ ഗോളം. ചന്ദ്രൻ കിടക്കുന്നത് 3.5 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. അവിടേക്ക് ഏതാണ്ട് 3 ദിവസം കൊണ്ട് എത്താൻ കഴിയും. ചന്ദ്രൻ ഭൂമിയേക്കാൾ 4-1 മാത്രം വലിപ്പവും 6-1 മാത്രം ഗുരുത്വാകർഷണവുമുള്ള ഗോളമാണ്. ചാന്ദ്രയാത്രയെ ചോദ്യം ചെയ്യുന്നവർ ഏറ്റവും അധികം ഉയർത്തുന്ന ചോദ്യം, ചന്ദ്രനിൽ നിന്ന് എങ്ങനെ തിരിച്ചു വന്നു? ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകാൻ പടുകൂറ്റൻ റോക്കറ്റും സംവിധാനങ്ങളും ഒക്കെ വേണമല്ലോ. എന്നാൽ ചന്ദ്രനിൽ ഇതൊന്നുമില്ല. പിന്നെ എങ്ങനെ ചന്ദ്രനിൽ നിന്നും ഒരു പേടകത്തിനെ തിരിച്ചു വിക്ഷേപിക്കാൻ കഴിയും? നോക്കൂ, പറഞ്ഞല്ലോ, ഭൂമിയിൽ നിന്നൊരു പേടകം വിക്ഷേപിക്കുമ്പോൾ അതിന് സെക്കൻഡിൽ 8-8.5 കിലോമീറ്റർ എന്ന തോതിൽ സ്പീഡ് ആർജിക്കണം. ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എസ്കേപ്പ് വെലോസിറ്റി സെക്കൻഡിൽ 11.3 കിലോമീറ്റർ വേണം. എങ്കിലേ അതിനെ ചന്ദ്രനിലേക്കുള്ള കൃത്യമായ പാതയിൽ എത്തിക്കാൻ കഴിയൂ. അതുമല്ല, ഭൂമിയിലെ കട്ടിയുള്ള അന്തരീക്ഷത്തിനെയും മറികടക്കണം. എന്നാൽ ചന്ദ്രനിൽ ഇപ്പറഞ്ഞ ഓർബിറ്റൽ വെലോസിറ്റി സെക്കൻഡിൽ 1.5 കിലോമീറ്റർ മാത്രമാണ്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ല. അതുകൊണ്ട് തന്നെ ആ പ്രശ്നവുമില്ല. പിന്നെ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന പേടകത്തിന് 40 ടൺ ഭാരമുണ്ട്. എന്നാൽ മനുഷ്യരെയും കൊണ്ട് ചന്ദ്രനിൽ നിന്നുയരുന്ന ലൂണാർ മൊഡ്യൂൾ അസൻറ്റ് പേടകത്തിൻ്റെ ഭാരം 4500 കിലോഗ്രാം മാത്രമാണ്. ഈ സാഹചര്യത്തിൽ അവിടെ വമ്പൻ റോക്കറ്റും സംവിധാനങ്ങളും ഒന്നും വേണ്ട. പേടകത്തിൽ കരുതിയിരിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ മാത്രം മതി. അടുത്ത 3 ദിവസങ്ങൾ കൊണ്ട് അവർക്ക് തിരിച്ചു ഭൂമിയിലെത്താനും കഴിയും. അതായത് ഒന്ന് ചന്ദ്രനിൽ പോയി വരിക എന്നത് എല്ലാം കൂടി 10 ദിവസത്തിൻ്റെ കാര്യമേ ഉള്ളൂ.
ഇതിനിടയിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ആ പേടകത്തിൽ ഒരുക്കാൻ കഴിയും. ഇനി നമുക്ക് ചൊവ്വയിലേക്കൊന്ന് പോയി നോക്കിയാലോ. ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ദൂരം മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഇരുവരും വ്യത്യസ്ത ഭ്രമണപഥങ്ങളിൽ വ്യത്യസ്ത വേഗതയിൽ സൂര്യനെ വലം വയ്ക്കുകയാണ്. ഭൂമി 365 ദിവസം കൊണ്ടാണ് സൂര്യനെ ചുറ്റുന്നതെങ്കിൽ ചൊവ്വയ്ക്ക് സൂര്യനെ ചുറ്റാൻ 686 ദിവസം വേണം. അതായത് ചൊവ്വയിലെ ഒരു വർഷം എന്നാൽ ഭൂമിയിലെ ഒരു വർഷത്തിൻ്റെ ഏകദേശം ഇരട്ടി വരും. അതുകൊണ്ട് തന്നെ ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ദൂരം 5.5 കോടി മുതൽ 45 കോടി കിലോമീറ്റർ വരെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. കാര്യം 2 ഭ്രമണപഥത്തിലാണ്, അതിങ്ങനെ 2 സ്പീഡുമാണ്. അതുകൊണ്ട് തന്നെ ആ ദൂരം ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു വർഷത്തിൽ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ചൊവ്വ ഏറ്റവും കുറഞ്ഞ ദൂരമായ 5.5 കോടി എന്ന നിലയിലെത്തുകയുള്ളൂ. ഈ സമയം കണക്കാക്കി വേണം ഭൂമിയിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ. ഇതാണ് ചൊവ്വയിലേക്കുള്ള ലോഞ്ച് വിൻഡോ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന പോലെയാണ് ഈ ലോഞ്ച് വിൻഡോ കണക്കാക്കുന്നത്. ഈ ലോഞ്ച് വിൻഡോ മിസ്സായാൽ പിന്നെ വീണ്ടും കാത്തിരിക്കണം, 1.5-2 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. ഇത് ഓരോ ചൊവ്വ മിഷനിലെയും ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൊവ്വയിലേക്കുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിന് കിട്ടുന്ന മാക്സിമം സ്പീഡ് സെക്കൻഡിൽ 30 കിലോമീറ്ററാണ്. ഈ സ്പീഡിൽ പോയാൽ 5.5 കോടി കിലോമീറ്റർ താണ്ടി ചൊവ്വയുടെ സമീപമെത്താൻ 7 മാസമെങ്കിലും വേണം. ചൊവ്വ ഭൂമിയേക്കാൾ ഇത്തിരി ചെറുതാണ്. ഗ്രാവിറ്റി ഭൂമിയുടെ പകുതിക്ക് താഴെയാണ്. നേർത്തതാണെങ്കിലും ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ നിന്നൊരു പേടകം ഉയർത്തുന്നത് പോലെ ചൊവ്വയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ചൊവ്വയുടെ എസ്കേപ്പ് വെലോസിറ്റി അഥവാ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്തു കടക്കാൻ ആവശ്യമായ വേഗം സെക്കൻഡിൽ 5 കിലോമീറ്ററാണ്. ഭൂമിയിലത് 11 കിലോമീറ്ററിന് മുകളിലാണ്. ഈ വേഗത ഒരു പേടകത്തിന് ആർജിക്കണമെങ്കിൽ ഭൂമിയിലെ പോലെ വേണ്ടെങ്കിലും റോക്കറ്റും സംവിധാനങ്ങളും ഒക്കെ ആവശ്യമാണ്. നോക്കൂ കൂട്ടുകാരെ, മനുഷ്യനെ ചന്ദ്രനിൽ അയക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയും റഷ്യയും അവിടേക്ക് പേടകങ്ങൾ അയച്ച് തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അടുത്ത കാലത്ത് ചൈനയും ചന്ദ്രനിലേക്ക് പേടകം അയച്ച് തിരിച്ചു കൊണ്ടുവന്നു. 1.5 കൊല്ലത്തിനുള്ളിൽ ഭാരതവും ചാന്ദ്രയാൻ 4 മിഷനിലൂടെ ഇത് ചെയ്യാൻ പോകുന്നു. ചന്ദ്രനിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് മണ്ണ് ശേഖരിച്ച് ഒരു അസെൻഡിങ് മൊഡ്യൂളിലേക്ക് മാറ്റി ഒരു എൻജിൻ പ്രവർത്തിപ്പിച്ചുയർത്തിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. വെറും 3.5 ലക്ഷം കിലോമീറ്റർ അകലെ കിടക്കുന്ന ഭൂമിയേക്കാൾ തീരെ ചെറുതായ ചന്ദ്രനിലേക്കൊന്ന് പോയി വരാൻ ഇപ്പോഴും നാം ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. നോക്കൂ, ചൊവ്വയിലേക്ക് പേടകം അയക്കുന്നതിൽ മാത്രമേ നമ്മൾ ഇതുവരെ വിജയിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് ഇതുവരെ ഒന്നിനെയും തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അതിന് ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല. അമ്പിളിമാമനോടുള്ള കളിയൊന്നും ചൊവ്വയോട് നടക്കില്ല. അവൻ ആള് വേറെയാണ്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ ഇൻജെനുവിറ്റി എന്നൊരു കുഞ്ഞൻ ഹെലികോപ്റ്റർ പറപ്പിച്ച കാര്യം പറഞ്ഞില്ലേ? 1.25 കിലോഗ്രാം ആയിരുന്നു അതിൻ്റെ ഭാരം. ഇവിടെ കുട്ടികൾ പറത്തി കളിക്കുന്ന പോലെയുള്ള ഒരു ഡ്രോൺ. അത് പറന്നപ്പോൾ ശാസ്ത്രജ്ഞർ നാസയിലെ മിഷൻ കൺട്രോളിൽ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ചൊവ്വയുടെ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ നേർത്ത അന്തരീക്ഷത്തിന് ഇതിനെ താങ്ങി നിർത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാസയിലെ മഹാരഥന്മാർ ഇൻജെനുവിറ്റി പറന്നപ്പോൾ കുട്ടികളെപ്പോലെ തുള്ളിച്ചാടിയത്. ഇനി മനുഷ്യനെ കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ വേണം? അവിടെ എത്താൻ 6-7 മാസം എടുക്കും. അവിടെ 5-6 ദിവസം താമസിച്ച് തിരികെ വരാനും ഇത്രയും സമയം വേണം. ഈ കാലത്തേക്കാവശ്യമായ ഭക്ഷണവും ഓക്സിജനും തുടങ്ങി മനുഷ്യന് വസിക്കാനാവശ്യമായ 100,000 കാര്യങ്ങൾ കൊണ്ടുപോകണം. അവിടെ ചെന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് കരുതുക. അവിടെ ഓക്സിജൻ ഇല്ല. സ്പേസ് സ്യൂട്ട് ഇട്ട് മാത്രമേ ഇറങ്ങാൻ കഴിയൂ. അന്തരീക്ഷം നേർത്തതായതുകൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും. ഇനി അവിടുന്ന് മനുഷ്യൻ കയറിയ ഒരു പേടകം എസ്കേപ്പ് വെലോസിറ്റിയോടെ ലോഞ്ച് ചെയ്യാൻ 100 കണക്കിന് ടൺ ഇന്ധനം ആവശ്യമുള്ള റോക്കറ്റ് വേണം. അതും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം. എന്നിട്ട് വേണം 6-7 മാസങ്ങൾ സഞ്ചരിച്ച് തിരികെ ഭൂമിയിലെത്താൻ. ആദ്യം അവിടെ നിന്ന് കുറച്ച് സാമ്പിളുമായി ഒരു പേടകം തിരിച്ചു വരട്ടെ, എന്നിട്ട് പോരെ മനുഷ്യനെ അയക്കുന്നതൊക്കെ. അല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട് കേട്ടോ. ചൊവ്വയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ശേഷിച്ച ജീവിതകാലം മുഴുവൻ അവിടെ കഴിയാൻ തയ്യാറാകണം. അവർക്ക് വേണ്ട ഭക്ഷണവും ഓക്സിജനും ഒക്കെ എത്തിച്ചുകൊണ്ടേയിരിക്കണം. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കാർഗോ പേടകങ്ങൾ അയക്കുന്നത് പോലെ.
മാസത്തിലൊരിക്കൽ ചൊവ്വയിലേക്ക് ആവശ്യ സാധനങ്ങളുമായി കാർഗോ ക്രാഫ്റ്റുകൾ പോയിക്കൊണ്ടേയിരിക്കണം. അതായത് ചൊവ്വയിലേക്കാണ് യാത്രയെങ്കിൽ പിന്നെ ഒരു മടങ്ങി വരവില്ല എന്നർത്ഥം. സത്യസന്ധമായി ചിന്തിച്ചു നോക്കൂ, ഇതൊക്കെ എന്ന് നടക്കും? അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്നുറപ്പിച്ചു തന്നെ പറയാം. ഇതൊന്നും മനുഷ്യൻ അച്ചീവ് ചെയ്യില്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ്ട് അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഇതല്ലാത്തൊരവസ്ഥ എന്നാണ് ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. അതുവരെ നമുക്ക് പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഈ ഭൂമി തന്നെ പോരെ. വേണമെങ്കിൽ ഇടയ്ക്ക് ചന്ദ്രനിൽ വരെയൊക്കെ ഒന്ന് പോയി വരാം. ബാക്കിയൊക്കെ സയൻസ് ഫിക്ഷൻ നോവലുകളിലും സിനിമകളിലും കണ്ട് തൃപ്തിപ്പെടാം. അപ്പോൾ എലോൺ മസ്ക് പറഞ്ഞതോ? കൂട്ടുകാരെ, ശരിയാണ്. എലോൺ മസ്ക് വളരെ വലിയ വിഷണറിയും ജീനിയസും ബിസിനസ് ജയൻറ്റും ഒക്കെയാണ്. സ്പേസ് എക്സ്, ടെസ്ല ഒക്കെ നടത്തിക്കാണിച്ച് തെളിയിച്ച അസാധ്യ മനുഷ്യനാണ്. എന്നാലും ചിലപ്പോൾ മൂപ്പരുടെ വർത്തമാനം കേട്ടാൽ പറയാതിരിക്കാൻ കഴിയില്ല. ഇയാൾക്ക് പ്രാന്താടാ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.